കൊതുകിൻ്റെ ശല്യം കൊണ്ട് ഈ നാട് വിടണമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് പണ്ട് എൻ്റെ ഉമ്മ പുറത്ത് ചകിരിയും ഇലയും ഒക്കെ ഇട്ടിട്ട് അതിൽ ലേശം ഗ്രാമ്പു ഇട്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നത്. ഇപ്പം മണ്ണെണ്ണ റേഷൻ പീടികയിലൊന്നും കിട്ടാനില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നല്ലെണ്ണ ചേർത്തിട്ട് ആണ് ഇത് കത്തിക്കുന്നത് കേട്ടോ. പുകച്ച് പുറത്ത് ചാടിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഞാൻ ഇതിലൂടെ ചെയ്യുന്നത്. ഒരു ദിവസം ഞാനിത് ഇതേപോലെ ചെയ്തപ്പോൾ കൊതുകുകൾ ഓടി അടുത്തേക്ക് വന്ന് ഈ തീയിലേക്ക് വന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. ഇത് അധികം കത്തിക്കാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ പുക വരണം, അതിൻ്റെ ആ വാസന അത് വന്നു കഴിഞ്ഞാൽ കൊതുക് അന്നത്തെ ദിവസം ഉണ്ടാവില്ല. പക്ഷെ പിറ്റേ ദിവസം നമ്മൾ മറന്നോ ഒരു കൊതുക് മതിയല്ലോ നമ്മളെ ശല്യം ചെയ്യാൻ. ഇതൊരു ഒറ്റമൂലി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളെ വീട്ടിൽ ഞങ്ങളുടെ ഉപ്പ കൊണ്ടുവരിക ഒരു മരുന്നുണ്ടായിരുന്നു, ഒഡോമോസ്. ഈ ഒഡോമോസ് കാലിലും കയ്യിലും ഞങ്ങൾ തേച്ചിട്ടാണ് കിടന്നിരുന്നത്. ഞങ്ങൾക്കറിയില്ല ഇതൊക്കെ സ്കിന്നിന് പ്രോബ്ലം ആവുമോ എന്നൊന്നും. അന്നത്തെ കാലത്തൊന്നും അറിയില്ലല്ലോ. അന്ന് കൊതുക് കടിക്കരുത്, അപ്പോൾ കൊതുക് അത് മണത്തിട്ട് ദൂരേക്ക് മാറും. ഇന്നും ഞാൻ ഒഡോമോസ് ആലോചിച്ച് വിഷമിക്കാറുണ്ട്. പക്ഷേ എൻ്റെ സ്കിന്നിനൊന്നും ഒരു കുഴപ്പവും ഇതേവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഈ ഒഡോമോസ് ശരീരത്തിന് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അർത്ഥം ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഓടൂ മോസ്കിറ്റോ എന്ന് പറയാനുള്ള ഷോർട്ടാണ് ഒഡോമോസ് എന്ന് ഞാനിപ്പോൾ ആലോചിച്ച് ചിരിക്കാറുണ്ട്. കൊതുക് കടിച്ചിട്ട് ഈ കൈയൊക്കെ ഇങ്ങനെ ചുവന്ന് ഓരോ ഉണ്ടയായിട്ടുണ്ട്.